ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വായിക്കപ്പെടുമാറാകട്ടെ. പിന്നെയും ദൈവജനവുമായിട്ട് നിങ്ങളോടൊപ്പം നിൽക്കുവാൻ ദൈവമിടയാക്കിയതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ സഭ സന്തോഷത്തിലും ഐക്യത്തിലും മുൻപോട്ട് പോകുന്നു. എല്ലാവരെയും കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പുതിയ സംരംഭങ്ങളൊക്കെ നമ്മുടെ മധ്യത്തിൽ ഉളവാകുന്നു എന്നുള്ളത് ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ വർഷങ്ങൾക്ക് മുൻപാണ് ഒരു അസംബ്ലി ടൂറ് എൻ്റെ ഓർമ്മയിലുള്ളത്. എനിക്ക് തോന്നുന്നൊരു 15 വർഷമെങ്കിലും മുൻപിലാണ്. അന്ന് 15 അതിൽ കൂടുതലായിട്ടുണ്ട്. മലമ്പുഴയ്ക്കാണ് അന്ന് ടൂറ് നടത്തിയത്. ചാനക്കുള്ളതായിരിക്കുന്ന കാലഘട്ടമാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു യാത്രയായിരുന്നു അത്. ഞങ്ങൾ പോയ സമയങ്ങളിൽ 2-3 സ്ഥലങ്ങളിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പരസ്യങ്ങളൊക്കെ നടത്തി മലമ്പുഴയിൽ ചെന്നു. മലമ്പുഴയൊക്കെ കണ്ട് സന്തോഷത്തോടെ മടങ്ങി വരുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇതൊരു പുതിയ കാര്യമല്ല. ഒരു പക്ഷേ നമ്മെ സംബന്ധിച്ച് ഒരു ആരംഭ എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഇത് മറ്റ് പല സഭകളിലും കേരളത്തിന് പുറത്തും അകത്തും ഒക്കെ സഭകൾ ചെയ്യുന്ന കാര്യമാണ്. നല്ലൊരു സംരംഭമാണ് തീർച്ചയായിട്ടും. ദൈവം നമ്മുടെ സഹോദരന്മാർക്കാണുള്ളതായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടും താല്പര്യവും അതൊക്കെ കോർഡിനേറ്റ് ചെയ്യാനുള്ളതായിരിക്കുന്ന കഴിവും ബുദ്ധിയൊക്കെ നൽകുന്നു. പ്രാർത്ഥനയിൽ ഓർക്കാം. എനിക്കതിനകത്ത് സഹകരിക്കാനായിട്ട് പറ്റുന്ന സാഹചര്യം ഇല്ല എങ്കിലും പ്രാർത്ഥനയിൽ ഓർക്കുന്നു. ഇതിന്റെ പേര് ഞാൻ കേട്ടു. ഷീലോ എന്നാണ് ഇട്ടത്. സാമത് അനൗൺസ് ചെയ്തു. അതിന്റെ അർത്ഥം എത്ര പേർക്ക് അറിയാമെന്നുള്ളത് എനിക്കറിയില്ല. ഒരു പക്ഷേ 8 ആളുകൾ എന്തായാലും അർത്ഥം മനസ്സിലാക്കിയാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയാണ്. 2 അർത്ഥമാണ് ആ വാക്കിനുള്ളത്. ഒന്ന് പീസ് ഓഫ് ഗോഡ്, പീസ് എന്നുള്ളതാണ് സമാധാനം. മറ്റൊന്ന് ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നുള്ളൊരു അർത്ഥം കൂടിയുണ്ട്. ദൈവത്തിന്റെ ദാനം എന്നുള്ളൊരു അർത്ഥം കൂടിയുണ്ട്. എന്നാൽ പ്രൊമിനന്റ് ആയിട്ട് പ്രധാനമായിട്ട് നിൽക്കുന്ന അർത്ഥം സമാധാനം എന്നുള്ളതാണ്. ഈ യാത്ര ഒരു സമാധാന യാത്രയായി തീരാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. യാത്ര കഴിഞ്ഞും നമുക്ക് സമാധാനം വേണം. അതിന് നമ്മളെല്ലാവരും പരിശ്രമിക്കണം. നമുക്കറിയാം ഏതൊരു കാര്യം നമ്മൾ ആരംഭത്തിൽ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെതായിരിക്കുന്ന കുറച്ച് പാളിച്ചകളും മിസ്റ്റേക്കുകളും ഒക്കെ ഉണ്ടാകാം. നമ്മളാരും തികഞ്ഞവരൊന്നുമല്ല. അത് നമ്മളെല്ലാവരും ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്ത് കടന്നു പോകുന്നവർക്ക് എല്ലാവർക്കും അതൊരു സ്വസ്ഥതയുള്ളത്. തിരിച്ചു വന്നിട്ട് ഞങ്ങളുടെ ആ യാത്ര അതൊരു വലിയ ആശ്വാസമായിരുന്നു, നല്ലതായിരുന്നു, സഭയ്ക്ക് അനുഗ്രഹമായിരുന്നു എന്ന് പറയാൻ കഴിയുന്ന നിലയിൽ ആ കാര്യങ്ങളെ കോർഡിനേറ്റ് ചെയ്ത് മുൻപോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ. നമ്മുടെ യുവാക്കന്മാർക്ക് ദൈവം ധാരാളം കഴിവുകൾ നൽകിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം അത് നന്നായി മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട് ദൈവം ഇടയാക്കട്ടെ. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നാം ചെയ്യുന്ന ഏത് ശുശ്രൂഷയും ദൈവസഭയുടെ ആത്മീക അനുഗ്രഹത്തിനായിട്ടുള്ളതാണ്. അതുകൊണ്ട് നാം ആ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പിതാക്കന്മാരായിരിക്കുന്ന ആളുകളോടുള്ള ആലോചനയും സമീപനവും ആ നിലയിൽ അതൊക്കെ കരുതി യാതൊരു ഇടർച്ചയും ഉണ്ടാകാത്ത നിലയിൽ കാര്യങ്ങൾ മുൻപോട്ട് പോകാനായിട്ട് നാം ശ്രമിക്കുമ്പോൾ അത് കൂടുതൽ അനുഗ്രഹമായി തീരും. നമ്മൾ ഓരോരോ പാളിച്ചകളിൽ നിന്നാണ് നമ്മളെപ്പോഴും പാഠങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ഓരോ സംരംഭങ്ങളും നമ്മൾ തുടങ്ങുമ്പോൾ അതിന്റെ ചെറിയ ഷോർട്ട് കമ്മിങ്സ് ഒക്കെ ഉണ്ടെങ്കിലും അടുത്ത പ്രാവശ്യം കുറെ കൂടി അത് നന്നായിട്ട് ക്രമീകരിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവം വിശേഷാൽ സഹായിക്കണം. ഞാൻ ഇന്ന് പകലിൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഏതാണ്ട് ഇതിനോട് ചേർന്നുള്ള ഒരു വിഷയമാണ്. ശീലോഹം എന്നുള്ളതല്ല എന്റെ വിഷയം. എന്നാൽ നാം അനുവർത്തിച്ചു വരുന്ന നമ്മുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നാം ചെയ്തു വരുന്ന നമ്മുടെ വിശ്വാസ ജീവിതം, ഭക്തിയുടെ ജീവിതം, വിശുദ്ധിയുടെ ജീവിതം, അത് നമ്മിൽ മാത്രം ഒതുങ്ങി നിൽക്കണം എന്ന് ഒരിക്കലും നാം ചിന്തിക്കരുത്. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പഴയ നിയമത്തിൽ ദൈവം അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണെന്നറിയാം. പഴയ നിയമം നമ്മൾ ആകമാനം പഠിക്കുമ്പോൾ ദൈവം അറിയപ്പെട്ടിരുന്ന ഒരു സാഹചര്യമുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? കുഞ്ഞോച്ചാൻ അവിടെ പറഞ്ഞു, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. എന്താ ദൈവം അങ്ങനെ അറിയപ്പെടാൻ ആഗ്രഹിച്ചത്? അല്ലെങ്കിൽ അതിന് ആശയം എന്താണ്? ഏതാണ്ട് 3 തലമുറ അല്ലേ? ഇപ്പൊ ദൈവം ഒരിക്കലും അബ്രഹാമിൽ ഒതുങ്ങി നിൽക്കാനല്ല ആഗ്രഹിച്ചത്.
ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തതായിരിക്കുന്ന കാര്യം ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തത് എന്തിനാണെന്ന് അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്ക് ആ വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിന്റെ 18-ഉം 19-ഉം വാക്യങ്ങൾ ഞാൻ വായിക്കാം. ഉൽപ്പത്തി 18-ന്റെ ജനസിസ് ചാപ്റ്റർ 18 വേഴ്സസ് 18 and 19. 18-ഉം 19-ഉം. അബ്രഹാം വലിയതും ബലമുള്ളതുമായ ജാതിയായി തീരുകയും അവനിൽ ഭൂമിയിലെ ജാതികളൊക്കെയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമല്ലോ. യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്തത് അവൻ നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം അബ്രഹാം തന്റെ മക്കളോടും തനിക്ക് പിൻപുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്തിനാ ദൈവം തിരഞ്ഞെടുത്തേ? അബ്രഹാമിനൊരു വലിയ ഉത്തരവാദിത്വം നൽകി. അബ്രഹാം കൽപ്പിക്കേണ്ടതിന് അബ്രഹാമിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതാണ് അബ്രഹാമിനുള്ള ഉത്തരവാദിത്വം. അബ്രഹാമിനെ തിരഞ്ഞെടുത്തതിന്റെ പിന്നിലുള്ള ഉത്തരവാദിത്വം അബ്രഹാം കൽപ്പിക്കണം. ആരോട് കൽപ്പിക്കണം? ആരോട് കൽപ്പിക്കണം? ഞാൻ വേറെ പുതിയതൊന്നും പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് പറയല്ല, അവിടെ ഉള്ള കാര്യം ജസ്റ്റ് ഒന്ന് പറയുകയാണ് നിങ്ങളോട്. ആരോട് കൽപ്പിക്കണം? അബ്രഹാം തന്റെ മക്കളോടും തനിക്ക് പിൻപുള്ള കുടുംബത്തോടും നീതിയോടും ന്യായത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. അപ്പൊ അബ്രഹാം കൽപ്പിക്കണം. കൽപ്പിക്കേണ്ടത് ആരോടാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ആരോടാണ്? തന്റെ മക്കളോടും അതിന്റെ പുറകെയുള്ള കുടുംബത്തോടും. എന്താ കാരണം? അതിനു മുൻപിൽ തന്നെ 18-ാം വാക്യത്തിൽ നാം വായിച്ചു കഴിഞ്ഞു. അബ്രഹാം മുഖാന്തരം ആരനുഗ്രഹിക്കപ്പെടണം? ജാതികൾ അനുഗ്രഹിക്കപ്പെടണം. അപ്പോ വരുന്ന തലമുറയിലേക്ക് ആ അനുഗ്രഹം കൈമാറിപ്പോകേണ്ടത് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ലക്ഷ്യവും പദ്ധതിയും അതാണ്. ആ ദൈവത്തിന്റെ ലക്ഷ്യവും പദ്ധതിക്കും അനുസരിച്ച് അബ്രഹാം പ്രവർത്തിക്കണം. ദൈവം വരും തലമുറയെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് ദൈവത്തിന്റെ പദ്ധതി. പക്ഷേ ആ വാഗ്ദത്തം നിവൃത്തീകരിക്കപ്പെടണമെങ്കിൽ അബ്രഹാം എന്ന വ്യക്തിക്ക് വലിയ ഒരു ഉത്തരവാദിത്തമുണ്ട്. എന്താണ് ആ ഉത്തരവാദിത്തം? അബ്രഹാം തന്റെ മക്കളെയും പിൻവരുന്ന കുടുംബങ്ങളെയും ദൈവത്തിന്റെ വഴിയിൽ നടക്കാനും നീതിയും ന്യായവും പ്രവർത്തിക്കുവാനും അബ്രഹാം അവരെ ടീച്ച് ചെയ്യണം, അവരെ പഠിപ്പിക്കണം. എന്താ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന അറിയാമോ? ഞാൻ അതുകൊണ്ടാണ് ആരംഭത്തിലെ പറഞ്ഞത്, ആത്മീകമായിരിക്കുന്ന ശുശ്രൂഷകളും ഭക്തിയും ആരാധനയും വിശുദ്ധിയും വേർപാടും ഒന്നും നമ്മിൽ മാത്രം ഒതുങ്ങി നിൽക്കണം എന്ന് ചിന്തിക്കരുത്. അതല്ല ദൈവം ചിന്തിക്കുന്നത്. പിന്നെ എങ്ങോട്ട് പോകണം? അത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ചില കാര്യങ്ങളൊക്കെ പൊതുവായിട്ട് വരുമ്പം അതിനെ എതിർക്കാൻ പറയുന്ന ഒരു ആശയമുണ്ട്. എതിർക്കാൻ പറയുന്ന അല്ലാതെ നന്നായി പോകാനായിട്ടല്ല പലപ്പോഴും അത് ഉപയോഗിക്കുന്നത്. എതിർക്കാൻ പറയുന്നതായിരിക്കുന്ന ആശയം എന്തെന്നറിയാമോ? നമ്മൾ പിതാക്കന്മാരുടെ കാലം മുതലേ ഇതൊക്കെയാ ചെയ്തു വരുന്നത്. പിതാക്കന്മാരുടെ കാലം മുതലേ ചെയ്തു വരുന്നു എന്ന് നമ്മൾ പലപ്പോഴും പറയുന്നത് അത് അതിന്റെ നിലവാരത്തിൽ നന്നായിട്ട് കാര്യങ്ങൾ പോകണമെന്നുള്ള ചിന്തയിലല്ല പലപ്പോഴും പറയുന്നത്. മറ്റൊരാൾ പറഞ്ഞ അഭിപ്രായം അത്ര അക്സെപ്റ്റബിൾ അല്ലാത്തത് കൊണ്ട് അതിനെ ഒന്ന് തടസ്സപ്പെടുത്താനായിട്ട് പറയുന്നൊരു വാക്കാണ്. പിതാക്കന്മാരായിട്ട് നമ്മൾ ഇതൊക്കെയാണ് ചെയ്തു വരുന്നത്, അതിനൊരു വലിയ മാറ്റമൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പ്രിയമുള്ളവരെ, മാറ്റം ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ ദൈവസഭയ്ക്ക് ദോഷം വരാത്ത, ദൈവസഭയുടെ ഐക്യതയെയും സമാധാനത്തെയും നഷ്ടപ്പെടാത്ത ഏത് മാറ്റങ്ങളെയും അക്സെപ്റ്റ് ചെയ്യാനായിട്ട്, അതിനെ അംഗീകരിക്കുവാനായിട്ട് നമ്മുടെ മനസ്സ് പക്വമായി തീരണം. ദൈവവചനത്തിന് പുറത്തല്ല, ദൈവവചനത്തിന്റെ ബൗണ്ടറിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ഏത് നല്ല കാര്യങ്ങളെയും സ്വീകരിക്കുവാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകും. അവിടെയാണ് ആത്മീയമായിട്ടുള്ള ഉണർവും ആത്മീയമായിട്ടുള്ള ഐക്യതയും സ്നേഹവും ഉത്സാഹവും ഒക്കെ വർദ്ധിച്ചു വരുന്നത്.
ദൈവം നമ്മെ സഹായിക്കട്ടെ. അബ്രഹാമിനോട് ദൈവം കൊടുത്തായിരിക്കുന്ന കൽപ്പന എന്ന് പറയുന്നത്, നീ തലമുറകളിലേക്ക് നിന്റെ വിശ്വാസത്തെ, നിന്റെ നീതി, നിന്റെ ന്യായം, ആ കാര്യങ്ങളെ നീ എന്ത് ചെയ്യണം? പകർന്നു കൊടുക്കണം. എങ്കിൽ മാത്രമേ ദൈവം ആഗ്രഹിച്ചതായിരിക്കുന്ന ആ അനുഗ്രഹം ജാതികളിലേക്ക് കടന്നു വരികയുള്ളൂ. തലമുറകൾ പിന്നിടുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം ജാതികളിലേക്ക് വരണമെങ്കിൽ ഇന്ന് അബ്രഹാം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നീയാണ് കുടുംബത്തിന്റെ നായകൻ, നീയാണ് കുടുംബത്തിൻ്റെതായിരിക്കുന്ന പ്രധാനപ്പെട്ട പുരുഷൻ, വ്യക്തി എന്നുള്ള നിലയിൽ നിൽക്കുന്നത്. നിന്റെ ഉത്തരവാദിത്തമാണ് തലമുറകളിലേക്ക് ആ ബാറ്റൺ കൈമാറണം. കുടുംബജീവിതം എന്ന് പറയുന്നത്, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, ഒരു റിലേ റേസ് പോലെയാണെന്ന് ഞാൻ പറയും. റിലേ റേസിന് ഞാൻ മലയാളത്തിൽ എനിക്ക് ആ വാക്ക് കിട്ടുന്നില്ല. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും ഈ എന്താ പറയുക, ഓട്ടവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാകും. അതെല്ലാവരും ഒരുമിച്ചോടുന്ന ഒരു സ്ഥിതിയല്ല. ഒന്നിനു പുറകെ ഒരു ടീമിലെ ആളുകൾ തന്നെ നിന്നുകൊണ്ട് അവരുടെ കയ്യിലിരിക്കുന്നതായിരിക്കുന്ന ഒരു ബാറ്റൺ ഉണ്ട്. സാധാരണ ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു വല്ല കമ്പോ പോലെയൊക്കെ ആയിരിക്കും പിടിക്കുന്നത്, എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും ആ പുറകിൽ നിൽക്കുന്ന ആള് ഓടി വന്ന് ആ കയ്യിലിരിക്കുന്ന ബാറ്റൺ ആ അടുത്ത ടീമിലുള്ളതായിരിക്കുന്ന, മുന്നിൽ നിൽക്കുന്നതായിരിക്കുന്ന ആളുടെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കും. അദ്ദേഹം വീണ്ടും കൂടുതൽ ശക്തിയോടുകൂടെ ഓടി അദ്ദേഹത്തിന്റെ ടീമിലുള്ള, അതിന്റെ മുന്നിൽ ഓടാൻ റെഡിയായി നിൽക്കുന്ന ആളിലേക്ക് ആ ബാറ്റൺ കൈമാറും. അങ്ങനെ ആ ബാറ്റൺ കൈമാറി ആരാണോ ഒന്നാം സ്ഥാനത്ത് ആ ഡെസ്റ്റിനേഷനിൽ എത്തുന്നത് ആ ടീമാണ് വിജയിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് കുടുംബജീവിതം, ക്രിസ്തീയ ജീവിതം, ആത്മീക ജീവിതം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നാം പഠിച്ചിരിക്കുന്ന, നാം മനസ്സിലാക്കിയിരിക്കുന്ന, നാം വിശ്വസിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധിയും ആ ഭക്തിയും ആരാധനയും അതിന്റെ വിശ്വാസത്തിന്റെ തീവ്രതയും ഒക്കെ നാം നമ്മുടെ മക്കളിലേക്ക് പകരണം, തലമുറകളിലേക്ക് കൈമാറിക്കൊടുക്കണം. നമ്മൾ എത്ര നന്നായി ഓടി എന്നുള്ളതല്ല അവിടുത്തെ വിഷയം. ഞാനും മുന്നിൽ നിൽക്കുന്നതായിരിക്കുന്ന, ഓടാൻ നിൽക്കുന്ന വ്യക്തിയും തമ്മിലുള്ളതായിരിക്കുന്ന ഗ്യാപ്പ് എത്ര വലുതായിരുന്നു എന്നുള്ളത് അവിടുത്തെ വിഷയമല്ല, ചോദ്യചിഹ്നമല്ല. മറിച്ച് ആ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചതായിരിക്കുന്ന ആ ബാറ്റൺ നിന്റെ മുൻപിൽ നിൽക്കുന്നതായിരിക്കുന്ന ആളിലേക്ക് പകർന്നു കൊടുക്കാൻ, അത് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നീ ഡിസ്ക്വാളിഫൈഡ് ആണ്. അതാണ് അവിടുത്തെ നിയമം. യോഗ്യനല്ല. അപ്പോ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ചിന്തിക്കേണ്ട കാര്യം, കഴിഞ്ഞ നാളുകളിൽ നാം സേവിച്ചു വരുന്ന, സ്നേഹിച്ചു വരുന്ന ആ പിതാക്കന്മാരുടെ ദൈവത്തിന്റെ കൽപ്പനകളും ആലോചനകളും ആ വിശ്വാസവും ഭക്തിയും വിശുദ്ധിയും വേർപാടും ഒക്കെ നമ്മിൽ ഒതുങ്ങിപ്പോയോ? നാം നമ്മുടെ തലമുറകളിലേക്ക് അത് പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ, സാധിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം പ്രിയമുള്ളവരെ ഇവിടെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ ദൈവം പറയുന്നത്, നീ നിന്റെ തലമുറകളിലേക്ക് അത് പകർന്നു കൊടുക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം നന്നായിട്ട് പെർഫോം ചെയ്തവരായിരിക്കാം, നന്നായിട്ട് ഓടുന്നവരായിരിക്കാം. നല്ലൊരു ഉത്തരവാദിത്വം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ഒരുപക്ഷെ സഭയിൽ നമ്മുടെ ശുശ്രൂഷകളൊക്കെ വളരെ നല്ലതെന്ന് മറ്റുള്ളവർ നമ്മെക്കുറിച്ച് പറയുന്നുണ്ടാകാം. വിശ്വസ്തയോടുകൂടെയാണ്, ആത്മാർത്ഥതയോടുകൂടെയാണ് എന്നൊക്കെ ഉണ്ടായിരിക്കുന്ന പെർഫോമൻസ് സർട്ടിഫിക്കറ്റ് നമുക്കുണ്ടാകാം. പക്ഷേ ആ ഒരു കാര്യം എന്റെ മക്കളിലേക്ക്, എന്റെ തലമുറകളിലേക്ക് എനിക്ക് പകർന്നു നൽകുവാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ എന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ദൈവത്തിന് മുൻപാകെ, എന്റെ ഓട്ടത്തിന്റെ, എന്റെ ശുശ്രൂഷയുടെ കണക്ക് സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ മുൻപാകെ ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആണെന്നുള്ളത് അത് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, ഈ നമ്മുടെ ജീവിതം കുടുംബമായിട്ടും സഭയായിട്ടും ഒക്കെ നമ്മൾ ആത്മീയമായിട്ട് മുൻപോട്ട് വളരുമ്പോൾ അതിനാവശ്യമായിരിക്കുന്ന ഒരുപാട് ഇൻഗ്രീഡിയൻസ് നമുക്ക് ദൈവവചനത്തിൽ നൽകിയിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അറിയാം, നമ്മളെന്താ പറയുക, അപ്പം കറി വെക്കാനൊക്കെ ആയിട്ട് ഒരു മസാലപ്പൊടി വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കുക അതിനകത്ത് എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നത്. ഒരു മരുന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അടിച്ചു നോക്കാം അതിന്റെ കണ്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം ആ ഇൻഗ്രീഡിയൻസ്, അതുപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ആ നിലയിൽ കുടുംബമായി നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാനും സേവിക്കുവാനും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ തലമുറകളിലേക്ക് കൈമാറുവാനും ഒക്കെ ആവശ്യമായിരിക്കുന്ന ഒരു കൂട്ട്, ഒരു ഇൻഗ്രീഡിയൻസിന്റെ ഒരു കൂട്ട് ദൈവവചനത്തിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. അത് നാം തിരിച്ചറിയണം.
അത് നാം തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് നാം മുൻപോട്ട് പോകുമ്പോഴാണ് അതിന്റെ അനുഗ്രഹവും നന്മയും ഒക്കെ നമുക്ക് ലഭിക്കുവാനായിട്ടിടയായിത്തീരുന്നത്. 128-ാം സങ്കീർത്തനം നമുക്ക് വളരെ സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനം ഞാൻ പല നിലയിൽ പല സമയത്ത് അതിവിടെ ധ്യാനിച്ചിട്ടുണ്ട്. ഇന്ന് അതിൽ കൂടെ ഒന്നുകൂടെ കടന്നു പോകുവാനായിട്ടാണ് എനിക്ക് പ്രകാശനമുള്ളത്. ഈ വിഷയത്തോട് ചേർന്ന് തന്നെ ഒരു അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന കുടുംബം വരുന്ന തലമുറകളെ കർത്താവിന് വേണ്ടി നമുക്ക് പ്രയോജനപ്പെടുത്തണമെങ്കിൽ, കർത്താവിന്റെ വഴികളിൽ അവരെ നിലനിർത്തണമെങ്കിൽ, ദൈവത്തിനു വേണ്ടി അവരെ നേടണമെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്നുള്ളത് 128-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ വിവരിക്കുന്നുണ്ട്. സമയം പോലെ ഞാനത് വിശദീകരിക്കും. സമയത്തിനുള്ളിൽ കഴിഞ്ഞില്ലെങ്കിൽ കർത്താവ് അനുവദിച്ചാൽ വൈകിട്ടത്തെ ബൈബിൾ ക്ലാസ്സിൽ അതിന്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. കടന്നു വരുന്നതായിരിക്കുന്ന വ്യക്തികൾ. നാം 128-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം തന്നെ നമുക്ക് വായിക്കാം. Psalms 128:1. 128-ന്റെ 1-ാമത്തെ വാക്യം. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ആ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ഏവനും ഭാഗ്യവാൻ. Everyone who fear the Lord. എല്ലാവരും, ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഏവരും, എല്ലാവരും. ഒരു കുടുംബത്തോട് ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ആ കുടുംബത്തിലുള്ള സകല ആളുകളും, ആ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളും ദൈവത്തിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കുന്നവരായിരിക്കും. അപ്പനും മക്കളും ഭാര്യയും ആരൊക്കെ ആ കുടുംബത്തിലുണ്ടോ ആ കുടുംബത്തിലുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അപ്പൊ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് എന്ത് ദൈവ വഴികളിൽ നടക്കണം. ദൈവ കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു ജീവിതം ഒരു കുടുംബത്തിൽ എല്ലാവരെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുകയാണ്. അതിൽ നിന്ന് ഒരാൾ വഴിമാറിപ്പോയാൽ, ഒരാള് അതിൽ പരാജയപ്പെട്ടാൽ അത് ആ കുടുംബത്തിന്റെ ഓട്ടത്തെ ബാധിക്കും. കുടുംബത്തിന്റെ ഓട്ടത്തെ ബാധിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് എവിടെ അതിന്റെ പ്രതിഫലനം ഉണ്ടാകും? ആ കുടുംബം കൂടുന്ന ആ സ്ഥലം സഭയിൽ ആ ഓട്ടത്തിന് ഭംഗമുണ്ടാകും. അപ്പോ എന്റെയും നിങ്ങളുടെയും ഒരുപോലെയുള്ള ഉത്തരവാദിത്വം, അപ്പന്റെയും അമ്മയുടെയും ഭാര്യയുടെയും ഭർത്താവിന്റെയും മക്കളുടെയും ഈവൻ കൊച്ചുമക്കളുടെയും ഉത്തരവാദിത്വമാണ്. അവർ ദൈവത്തിൽ കേന്ദ്രീകൃതമായിരിക്കണം. ഞാൻ സാം അനൗൺസ് ചെയ്തപ്പോൾ ശ്രദ്ധിച്ച കാര്യം ഞാൻ ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. വളരെ അർത്ഥവത്തായ കാര്യമാണ്. ഇത് ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കന്മാരാണ്. സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഈ മുൻനിരയിൽ ഉണ്ടാകുന്നത് എന്തെങ്കിലും പ്രത്യേക അവാർഡ് കൊടുക്കാനല്ല, മറിച്ച് ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും അവർ കണ്ട് കേട്ട് മനസ്സിലാക്കി വളരുന്നില്ലെങ്കിൽ ആ തലമുറയെ നമുക്ക് ദൈവത്തിന് വേണ്ടി നേടാൻ കഴിയുകയില്ല. ഇത് സാം അനൗൺസ് ചെയ്തുകൊണ്ടല്ല ഇത് സംഭവിക്കേണ്ടത്. മാതാപിതാക്കന്മാർ വീട്ടിൽ നിന്ന് പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആരാധനാ സമയത്ത് സ്വസ്ഥമായി ഡിസ്റ്റർബ് ഇല്ലാതെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കഴിയുന്ന നിലയിൽ, അവരുടെ പ്രായത്തിന് അതിന്റെ പരിമിതിയുണ്ട്, അവർ പല കാര്യങ്ങളും ഡിസ്റ്റർബ് ആയിരിക്കും. ഇവിടെ പറയുന്ന പ്രസംഗങ്ങളൊന്നും പക്ഷേ അവർക്ക് ഗ്രഹിക്കാൻ കഴിയില്ല. എങ്കിൽ പോലും അവരത് കണ്ടിന്യൂസ് ആയി അവർ മുൻനിരയിലിരുന്ന് ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളെ അവർ കാണുമ്പോൾ അത് അവരുടെ ഹൃദയത്തിൽ പതിയും. ഇന്നല്ലെങ്കിൽ നാളെ അവർ നിങ്ങളെ വിട്ട് മറ്റൊരു സ്ഥാനത്ത് ചെല്ലുമ്പോൾ അത് അവർക്ക് പ്രയോജനകരമായിട്ട് തീരും. ഇത് ആരാ ശ്രദ്ധിക്കേണ്ടത്? സഭയിലെ മൂപ്പന്മാരെ ഏൽപ്പിക്കരുത്, സഭയിലെ ഉപദേശിമാരെ ഏൽപ്പിക്കരുത്, സഭയിലെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെ ഏൽപ്പിക്കരുത്. അവർക്ക് അനൗൺസ് ചെയ്യാനേ കഴിയുകയുള്ളൂ. പക്ഷെ ഇത് മാതാപിതാക്കന്മാർ മനസ്സിലാക്കി മക്കളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം. എല്ലാവരും ദൈവത്തെ ഭയപ്പെടുന്ന, ദൈവ കേന്ദ്രീകൃതമായിരിക്കുന്ന, അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു ജീവിതം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അങ്ങനെ നാം ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ 2-ാം വാക്യത്തിലേക്ക് നാം വരാം. ആ നിലയിൽ ദൈവ കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു കാര്യം സംഭവിക്കുമ്പോൾ, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. 3 അനുഗ്രഹങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവ കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിന് ആത്മീകമായി വളരുവാനുള്ള
ഒരു സാഹചര്യം, ഒരു കാലാവസ്ഥ ആ കുടുംബത്തിൽ ക്രിയേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണെന്ന് അറിയാമോ? ആർക്കാ? നിങ്ങൾ അതിന്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചു. 3-ാം വാക്യത്തിൽ നിന്റെ ഭാര്യ, അടുത്ത ലൈനിൽ അല്ല, അടുത്ത ലൈൻ വായിച്ചാൽ മതി, അത് ഞാൻ പിന്നീട് വരാൻ സമയം കിട്ടിയ. നിന്റെ ഭാര്യ, അടുത്ത ലൈനിൽ അടുത്ത ലൈൻ, നിന്റെ മക്കൾ, നിന്റെ ഭാര്യ, നിന്റെ മക്കൾ. അപ്പൊ ദൈവം ഫോക്കസ് ചെയ്യുന്ന ആരെയാ? ദൈവം ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത് ആരെയാ? ആരോടാ സംസാരിക്കുന്നേ? ഭർത്താവിനോടാണ് പറയുന്നത് അല്ലേ? നിന്റെ ഭാര്യയും നിന്റെ മക്കളും. അപ്പോ ആത്മീകമായ നിലയിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ പിൻപറ്റുന്നതിന്, അത് അനുഭവിക്കുന്നതിന് അനുയോജ്യമായിരിക്കുന്ന ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാ? കുടുംബത്തിൽ ആർക്കാ? കുടുംബനാഥന. അതുകൊണ്ടാണ് ഞാൻ ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിന്റെ തന്നെ സംഭവം നിങ്ങളുടെ മുൻപാകെ പറഞ്ഞത്. അബ്രഹാമിനോടാണ് ദൈവം പറയുന്നത്, നീയാണ് പഠിപ്പിക്കേണ്ടത്, നീയാണ് ലീഡറായിട്ടിരിക്കേണ്ടത്, നീയാണ് അവരെ അനുശാസിക്കേണ്ടത്, ദൈവത്തിന്റെ മാർഗം പറഞ്ഞു കൊടുക്കേണ്ടത്. ഏതൊരു ഭവനത്തോട് ബന്ധപ്പെട്ടും ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട മനുഷ്യനെന്ന് പറയുന്നത് ആ വീട്ടിലെ പുരുഷനാണ്. അത് പിതാവാകാം, ഭർത്താവാകാം. അപ്പൊ അത് പിതാക്കന്മാരായിരിക്കുന്നവർ, ഭർത്താക്കന്മാരായിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട മേഖലയാണ്. എന്റെ തലമുറയെ ദൈവീകമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നവരാക്കി വളർത്തിയെടുക്കുവാൻ, ആത്മീകമായിരിക്കുന്ന ശിക്ഷണം നൽകുവാൻ ദൈവം എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അത് ഞാൻ കൃത്യമായി നിവർത്തിക്കുന്നില്ല എങ്കിൽ നാളെ ഒരു സമയത്ത് എന്റെ കുടുംബത്തെ ഓർത്ത് ഞാൻ ദുഃഖിക്കേണ്ടതായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട് തലമുറകളെ കുറിച്ച്. നമ്മുടെ ലക്ഷ്യത്തെക്കാൾ ഉപരിയായി ദൈവത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കി അതിനോട് ചേർന്ന് നാം നമ്മുടെ കുടുംബത്തെ ആ ലക്ഷ്യത്തിലേക്ക് വളർത്തണം. നമ്മുടെ ലക്ഷ്യങ്ങളൊന്നും അതിൽ തന്നെ തെറ്റൊന്നുമല്ല. നല്ല പഠിത്തം ഉണ്ടാകുന്നതോ, നല്ല ജോലി ഉണ്ടാകുന്നതോ, നല്ല സ്ഥാനത്ത് വരുന്നതോ ഒന്നും അതിൽ തന്നെ തെറ്റൊന്നുമല്ല. പക്ഷേ ഒരു വിശ്വാസിയുടെ കുടുംബത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിലൊക്കെ ഉപരിയായി ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട് ആ കുടുംബത്തെ കുറിച്ച്. ആ ലക്ഷ്യത്തിലേക്ക് ദൈവമക്കൾ മടങ്ങി വരണം, കുടുംബങ്ങൾ മടങ്ങി വരണം. അതിന് അനുയോജ്യമായിരിക്കുന്ന ഒരു കാലാവസ്ഥ, ഒരു സാഹചര്യം ഈ ഉത്തരവാദിത്തപ്പെട്ട പുരുഷൻ, അവൻ പിതാവാകാം, ഭർത്താവാകാം, അവന്റെ ഉത്തരവാദിത്തമാണ് അത് ഒരുക്കി കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ ഒരുക്കി കൊടുക്കുമ്പോൾ 3 നന്മകളാണ്. അത് മാത്രം പറയാനേ എന്റെ മുൻപാകെയുള്ളൂ. കാതലായ വിഷയങ്ങൾ വൈകിട്ടത്തെ ക്ലാസ്സിൽ വരുന്നവർക്ക് കേൾക്കാൻ സാധിക്കും, കാരണം നമ്മുടെ സമയം ലിമിറ്റഡ് ആണ്. ഒന്ന്, നാം വായിച്ചത് ആ വാക്യം നമുക്ക് പിന്നെയും വായിക്കാം. 2-ാം വാക്യം, 128-ാം സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യം നമുക്ക് പിന്നെയും വായിക്കാം. 1-ാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നന്മ എന്ന് പറയുന്നത്, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നു. ഹി വിൽ ടേക്ക് കെയർ ഓഫ് യുവർ ഫോർച്യൂൺ എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയത്. എന്ന് പറഞ്ഞാൽ ദൈവം നിന്റെ അധ്വാനത്തിന്റെ ഫലത്തിന്റെ മേൽ കണ്ണുവയ്ക്കും. ദൈവം അത് നോക്കിക്കോളും. നമ്മുടെ അധ്വാനം അത് ഏത് നിലയിലുള്ളതായിക്കൊള്ളട്ടെ, അതിന്റെ ഒരു ഫലകരമായിരിക്കുന്ന അവസ്ഥ അനുഭവിക്കുവാനായിട്ടുള്ള അവസരം നമുക്കുണ്ടാകും. പല കുടുംബങ്ങളിലും സംഭവിച്ചിട്ടില്ല. മക്കളുടെ നന്മകൾ കാണാൻ, മക്കൾക്ക് ലഭിച്ചിരിക്കുന്ന അഭിവൃദ്ധി കാണുവാനായിട്ട് പല മാതാപിതാക്കന്മാർക്ക്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, യോഗം ഉണ്ടായിട്ടില്ല, ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. നീ ഒരു കുടുംബനാഥനായിരുന്ന് ആത്മീകമായ ശിക്ഷണത്തിൽ നിന്റെ മക്കളെ വളരുന്നതിനും വളർത്തുന്നതിനും വേണ്ടി ഒരു അന്തരീക്ഷം നീ ക്രിയേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തമാണ്, എന്താണ്? നിന്റെ അധ്വാനത്തിന്റെ ഫലം അനുഭവിക്കുവാനുള്ളതായിരിക്കുന്ന അവകാശം നിനക്ക് നിഷേധിക്കപ്പെടത്തില്ല. 2, നാം ഇവിടെ വായിക്കുന്നത് അതേ വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗത്ത്,
നീ ഭാഗ്യവാൻ. ഇംഗ്ലീഷിൽ ആ വാക്ക് എഴുതിയിരിക്കുന്നത് യു വിൽ ബി ഹാപ്പി എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിന്റെ ഫീലിങ്സിന്റെ മേൽ ദൈവത്തിന്റെ ദൃഷ്ടിയുണ്ടെന്നുള്ളതാണ്. ഒരാൾ ഹാപ്പി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിന്റെ അവസ്ഥയാണല്ലോ. നീ സന്തോഷവാനായിട്ടിരിക്കുക. നമ്മുടെ മലയാളത്തിൽ അത് ഭാഗ്യവാൻ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. യു വിൽ ബി ഹാപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ വിചാരങ്ങളുടെയും വികാരങ്ങളുടെയും മേൽ ദൈവത്തിന്റെ കരുതലുണ്ടാകും. പലപ്പോഴും നമ്മൾ അസ്വസ്ഥരാണ് പല വിഷയങ്ങളെ ചൊല്ലി. നമ്മുടെ ഹൃദയം ദുഃഖിച്ചും ക്ഷീണിച്ചും നെടുവീർപ്പൊട്ടൊക്കെ ഇരിക്കുന്നതായിരിക്കും സാഹചര്യങ്ങളാണ്. എന്നാൽ ദൈവത്തിന്റെ വചനപ്രകാരം തലമുറകളിലേക്ക് അനുഗ്രഹങ്ങളെ പകർത്തിക്കൊടുക്കുവാനായിട്ട് ഒരു ആത്മീക അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച്, ഒരു പിതാവിനെ സംബന്ധിച്ച്, ഒരു ഭർത്താവിനെ സംബന്ധിച്ച് അവിടെ ദൈവത്തിന്റെ വാഗ്ദത്തം, ദൈവം നിന്റെ മനസ്സിന്റെ വിചാരങ്ങളുടെ മേൽ ശ്രദ്ധിക്കുന്നവനായിട്ട് തീരും. നിനക്ക് സന്തോഷമുള്ള, ആനന്ദമുള്ള ഒരു ജീവിതം നിനക്ക് ലഭ്യമാണ്. 3, അതേ വാക്യത്തിൽ തന്നെ നാം വായിക്കുകയാണ്, നിനക്ക് നന്മ വരും എന്ന് പറഞ്ഞാൽ ഹി വിൽ ടേക്ക് കെയർ ഓഫ് യുവർ ഫ്യൂച്ചർ എന്നാണ് പറഞ്ഞാൽ നിന്റെ ഭാവിയുടെ മേൽ ദൈവത്തിന്റെ എന്തുണ്ട്? അനുഗ്രഹമുണ്ട്. നമ്മുടെ ഭാവി ജീവിതത്തിന്റെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹമുണ്ടാകും. അപ്പൊ 3 പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങൾ ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. ആർക്ക്? ദൈവത്തിൽ കേന്ദ്രീകൃതമായി ജീവിക്കുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിന് ആത്മീയമായി വളരുവാനായിട്ട് മുൻനിരയിൽ നിന്ന് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഒരു ആത്മീക അന്തരീക്ഷം ആ ഭവനത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്ന പുരുഷനോട് പറയാണ്, നിന്റെ ജീവിതത്തിൽ നിന്റെ അധ്വാനം നിനക്ക് അനുഭവിക്കുവാനുള്ള അവകാശമുണ്ട്. നിന്റെ ഹൃദയത്തിൽ നിനക്ക് സന്തോഷകരമായിരിക്കുന്ന ഒരു ജീവിതത്തിനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ടാകും. നിന്റെ ഭാവി ജീവിതം ദൈവം നോക്കിക്കൊള്ളും, അവൻ അതിനെ അനുഗ്രഹിക്കും. ഞങ്ങളുടെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സമയമായി. പ്രിയമുള്ളവരെ, നമുക്കൊരു ചോദ്യം മാത്രം ദൈവസന്നിധിയിൽ ചോദിച്ച് ഇന്നിവിടെ നിർത്താം. താല്പര്യമുള്ളവർ വൈകിട്ടത്തെ ബൈബിൾ ക്ലാസ്സിൽ കടന്നു വരിക. കർത്താവ് സഹായിക്കുന്നെങ്കിൽ ബാക്കി കാര്യം ദൈവം അനുവദിക്കുന്ന പോലെ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. കഴിഞ്ഞ ദീർഘനാളുകളായി നാം വിശ്വാസത്തിലാണ്. വേർപെട്ട ദൈവജനം എന്നുള്ള നിലയിൽ നാം അഭിമാനിക്കുകയാണ്. യഥാർത്ഥമായിരിക്കുന്ന ഉപദേശവും ആ പഠിപ്പിക്കലുകളും ഒക്കെ നമ്മുടെ പക്കലാണെന്ന് നാം അവകാശപ്പെട്ട അഭിമാനത്തോടുകൂടി ഇരിക്കുമ്പോൾ അതേ സത്യം, ആ പഠിപ്പിക്കലുകൾ വരുന്ന തലമുറകളിലേക്ക് കർത്താവ് വരുവാനായിട്ട് താമസിക്കുന്നുവെങ്കിൽ ആ തലമുറകളിൽ അതേ വിശ്വാസവും ഭക്തിയും വിശുദ്ധിയും വേർപാടും ഉപദേശത്തിന്റെ നിഷ്ഠതയും ഒക്കെ കാണുവാൻ ആഗ്രഹിച്ച് ആ ബാറ്റൺ കൈമാറുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളത് ഒരു വിഷയമാണ്. ആ ഓട്ടത്തിൽ ഒരു പക്ഷേ ഞാൻ നന്നായിട്ട് ഓടിയിട്ടുണ്ടാകാം, മറ്റുള്ളവരെ പ്രശംസിച്ചിട്ടുണ്ടാകാം, പ്രശംസിക്കുന്നുണ്ടാകാം, നല്ല ഉത്തരവാദിത്വം എനിക്ക് പക്ഷേ സഭയോടോ ബന്ധത്തിലുണ്ടാകാം. പക്ഷെ ഇതൊന്നുമല്ല അവിടുത്തെ വിഷയം. ദൈവം നിന്നിൽ ഏൽപ്പിച്ചതായിരിക്കുന്ന ആ ബാറ്റൺ നിന്റെ തലമുറയിലേക്ക് കൈമാറുവാൻ നീ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ യു ആർ ഡിസ്ക്വാളിഫൈഡ്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ, ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ഞാൻ എന്ന വ്യക്തി ആ ബാറ്റൺ എന്റെ തലമുറയിലേക്ക് കൈമാറുവാനായിട്ട് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരാധനാ ജീവിതം, പ്രാർത്ഥനാ ജീവിതം, ദൈവവചനത്തിന്റെ പഠനത്തിന്റെ ജീവിതം, ആത്മീക കൂട്ടായ്മയുടെ ആസ്വാദനയുടെ ജീവിതം, കർത്താവിന്റെ വേലയോടുള്ള ബന്ധമുള്ള ഭാരം, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പിന്താങ്ങൽ നൽകുന്നതായിരിക്കുന്ന ശുശ്രൂഷ, വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ദൈവസഭയിൽ നടന്നു വരുന്നത് ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ അതെന്റെ തലമുറകളിലേക്ക് കൈമാറുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിന് മുൻപാകെ ഐ ആം ടോട്ടലി എ ഡിസ്ക്വാളിഫൈഡ് പേഴ്സൺ. ഇത് തിരിച്ചറിയുവാൻ നമുക്കിടയായി തീരേണ്ടത് ആവശ്യമാണ്. ഒരുപക്ഷെ പിന്നിട്ട കാലങ്ങളെ ഓർത്ത് നമുക്ക് ദുഃഖമുണ്ടാകാം, പരാജയം സംഭവിച്ചു പോയെന്നുള്ള കുറ്റബോധമുണ്ടാകാം. എന്നാൽ ഇനിയും നമുക്ക് ദിവസങ്ങൾ മുൻപിലുണ്ട്. നഷ്ടപ്പെട്ടതാണ്, നമുക്കൊന്നും ചെയ്യാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ഇനിയെങ്കിലും കർത്താവെ സംഭവിച്ചു പോയി,
ഇത്രത്തോളം ഞങ്ങൾ വിചാരിച്ചില്ല, മനസ്സിലാക്കിയില്ല. നിന്റെ വാഗ്ദത്തങ്ങളും നിന്റെ ഉദ്ദേശങ്ങളും അത് പൂർണ്ണമായി തിരിച്ചറിയുവാനായിട്ട് ഞങ്ങൾ എവിടേക്കോ പരാജയപ്പെട്ടു പോയി. ഇനിയെങ്കിലും ഞങ്ങൾക്കുള്ള ദിവസങ്ങൾ അതേ വരുന്ന തലമുറയെ നോക്കി ഞങ്ങൾക്ക് വാസ്തവത്തിൽ വരുന്ന തലമുറയുടെ ആത്മീക ഉന്നമനത്തിനു വേണ്ടി നന്നായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഞങ്ങൾക്കിടയാക്കണമേ. ഞങ്ങളെ ഏൽപ്പിച്ചതായിരിക്കുന്ന ആ വിശ്വാസം, ആ ഭക്തി, ആ വിശുദ്ധി, ആ വേർപാട്, ആ ആരാധനയുടെ ജീവിതം, ആ ഐക്യത, ആ സ്വസ്ഥത, സമാധാനം തലമുറകളിൽ ഞങ്ങൾ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയില്ല. നാം വാസ്തവത്തിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ വരുന്ന തലമുറകളെ ദൈവ വഴികളിൽ കണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ടിടയായിത്തീരും. ഒരു സംശയമില്ല. കാരണം ദൈവമാണ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഒരിക്കലും ദൈവം പോസ്റ്റ് പറയുന്നവനല്ല, അതവൻ തക്ക സമയത്ത് നിവർത്തിക്കുന്നവൻ. എത്രയോ കുടുംബങ്ങളെ നമുക്ക് ആ നിലയിൽ ഈ ലോകത്തിൽ കാണുവാനായിട്ട് കഴിയും. പിതാക്കന്മാരുടെ വിശ്വാസത്തെ പിന്തുടർന്ന് പിതാക്കന്മാരുടെ കാലശേഷം അതേ വിശ്വാസത്തിന് വേണ്ടി വീറോടുകൂടെ വാശിയോടുകൂടെ നിൽക്കുന്ന എത്രയോ കുടുംബങ്ങൾ. എന്നാൽ എത്രയോ കുടുംബങ്ങൾ അത് തുടരുവാൻ കഴിയാതെ പരാജയപ്പെട്ട് ഓട്ടക്കളത്തിൽ പരാജയപ്പെട്ടു. നമുക്ക് ദൈവത്തിന് നമ്മളെ തന്നെ താഴ്ത്താം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നുവെങ്കിൽ ദൈവമുണ്ടാകും. നമ്മുടെ കുറവുകളെ നമുക്ക് അംഗീകരിക്കുകയും നല്ലതിനു വേണ്ടി നല്ല തലമുറകളെ കാണുവാൻ ആഗ്രഹിച്ച് നമുക്ക് അതിൽ പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും പരസ്പരം നമുക്ക് ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യാം. ദൈവത്തിന്റെ പരിശുദ്ധ നാമം